ആലപ്പുഴയിലെ ഓമനപ്പുഴ കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട ജാസ്മിൻ്റെ അമ്മയും അമ്മാവനും കസ്റ്റഡിയിൽ. ജെസ്സിമോളെയും സാബുവിനെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. ജോസ്മോൻ മകളുടെ കഴുത്തു ഞെരിച്ചത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാലൊപ്പം ചേരുന്നു. സുധീഷ്, അതായത് ഈ അവസാന വരിയിൽ നിന്ന് തുടങ്ങാം. അതായത് ഈ മകളെ അച്ഛൻ കഴുത്തു ഞെരിച്ചത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണ്. അതായത് ഈ അമ്മയും അമ്മാവനും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? കൃഷ്ണരാജ്, മിനിഞ്ഞാന്ന് രാത്രി 11 മണിയോടെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം അരങ്ങേറുന്നത്. ഇത് ഈ ഏഞ്ചലുമായി ബന്ധപ്പെട്ട് വൈകിട്ട് തന്നെ അച്ഛനുമായി തർക്കമുണ്ടായിരുന്നു. അതിനുശേഷം ഏഞ്ചൽ പുറത്തേക്ക് പോവുകയും പിന്നെ ഏറെ വൈകി തിരിച്ചു വരികയും ചെയ്തു. ഇതിനെ വീണ്ടും ചോദ്യം ചെയ്തതോടെ അതൊരു ഉന്തും തള്ളിലേക്കും മറ്റും പോയി. ഇതിനിടയിൽ ഏഞ്ചൽ താഴെ വീണു. ഈ സമയത്താണ് തോർത്ത് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുന്നത്. ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് അമ്മ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ ജോസ്മോന്റെ അച്ഛനെ ഏഞ്ചൽ ഉപദ്രവിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിൽ കൂടുതൽ പ്രകോപിതനായി മാറിയ ജോസ്മോൻ അതിന്റെ കൂടി ആ പ്രകോപനത്തിലാണ് കൊലപാതകം നടത്തുന്നത്. ഇതിനുശേഷമാണ് അമ്മാവനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നത്. എന്നാൽ ഇന്നലെ ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിലും മറ്റും അമ്മാവൻ സാബു അതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ അമ്മയും അതോടൊപ്പം തന്നെ മാതൃ സഹോദരനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്നതാണ് അറിയുന്നത്. ഫാർമസിസ്റ്റായി ജോലി നോക്കുകയായിരുന്ന ഏഞ്ചൽ പല ദിവസങ്ങളിലും വൈകി വരുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നീങ്ങിയത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 മാസത്തിലേറെയായി ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നത് ഏഞ്ചലിന്റെ അച്ഛനും അമ്മയും, അച്ഛന്റെ അച്ഛനും അമ്മയും ആണ് ഉണ്ടായിരുന്നത്. ഈ രീതിയിലുള്ള ഒരു തർക്കം കൊലപാതകത്തിലേക്ക് പോകുമ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് ഇതൊരു ഹൃദയസ്തംഭനമോ ഇല്ലെങ്കിൽ ഒരു സ്വാഭാവിക മരണമാക്കി മാറ്റാനായിരുന്നു ശ്രമം. ഇന്നലെ രാവിലെ മാത്രമാണ് സമീപവാസികളെ അടക്കം ഈ കാര്യങ്ങൾ അറിയിച്ചത്. തുടർന്ന് സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴും പറയുന്നത് ഹൃദയസ്തംഭനമാകാം, ഉറക്കത്തിൽ മരിച്ചു എന്ന നിലയിലായിരുന്നു. ഈ കൊലപാതകം നടത്തിയ ശേഷം ഏഞ്ചൽ കിടക്കുന്ന കട്ടിലിൽ തന്നെ കിടത്തിയിരുന്നു. അതിനുശേഷമാണ് രാവിലെ വിളിക്കുമ്പോൾ ചലനമറ്റ് കിടക്കുകയാണ് എന്നും മറ്റും അയൽവാസികളെ അറിയിക്കുന്നത്. പിന്നീട് വാർഡ് മെമ്പർ അടക്കം എത്തി പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസിന്റെ കൂടി സാന്നിധ്യത്തിലായിരുന്നു തുടർ നടപടികൾ ഉണ്ടായത്. അതിനുശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് തഹസിൽദാറുടെ നേതൃത്വത്തിലുമാണ്. കാരണം വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമേ ആയുള്ളൂ. അതുകൊണ്ട് നാട്ടുകാരെയും സമീപവാസികളെയും ഒക്കെ ഈ ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് എന്ന് ധരിപ്പിക്കാനായിരുന്നു ശ്രമം. പക്ഷേ എപ്പോഴാണ് പോലീസിന് സംശയം തോന്നിയത്? എന്തു കാരണത്താൽ? കൃഷ്ണായി, പോലീസിന് ആദ്യഘട്ടത്തിലൊന്നും സംശയമില്ലായിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ആണ് ഡോക്ടർമാർക്കാണ് സംശയം തോന്നിയത്. ഡോക്ടർമാർ ഈ വിവരം പോലീസിനെ അറിയിക്കുകയും അതേ തുടർന്ന് വീട്ടുകാരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ആദ്യം ജോസ്മോനെയാണ് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിൽ അധികം പ്രയാസമില്ലാതെ തന്നെ ജോസ്മോൻ കുറ്റം ഏറ്റു പറഞ്ഞു. താനാണ് കൊന്നത്, കഴുത്തിൽ തോർത്ത് മുറുക്കിയാണ് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഇത് പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിലെ 2 രക്തക്കുഴലുകൾ പൊട്ടിയതായി കണ്ടെത്തിയിരുന്നു. അതാണ് പ്രധാനമായും സംശയം തോന്നാൻ കാരണം. സ്വാഭാവിക മരണമല്ല എന്നതിലൂടെ തന്നെ വ്യക്തമായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി ഇതിൽ വീട്ടുകാർക്കും പങ്കുണ്ടെന്ന ഒരു സംശയത്തിന്റെ പുറത്ത് വീട്ടിലെത്തി രാത്രിയിൽ സിഐയുടെ നേതൃത്വത്തിൽ, മണ്ണഞ്ചേരി സിഐയുടെ നേതൃത്വത്തിൽ വീണ്ടും വീട്ടുകാരെ ചോദ്യം ചെയ്തു. അതിൽ അമ്മയും ഇത്തരത്തിൽ തന്റെ സാന്നിധ്യത്തിലാണ് കൊലപാതകം നടന്നതെന്ന് അടക്കം സമ്മതിച്ചു. തുടർന്നാണ് തെളിവുകൾ നശിപ്പിക്കുന്നതിൽ മാതൃ സഹോദരൻ സാബുവിനും പങ്കുണ്ട് എന്ന് പോലീസിന് വ്യക്തമായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാബുവിനെയും അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ രാത്രി തന്നെ വീട്ടുകാരെ അവിടെ നിന്നും മാറ്റി വീട് പോലീസ് സീൽ ചെയ്തു. ഇപ്പോൾ പോലീസ് അവിടെ എത്തി, സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി തെളിവുകൾ ശേഖരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരടക്കം. ആലപ്പുഴയിലെ ഓമനപ്പുഴ കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട ജാസ്മിന്റെ അമ്മയും അമ്മാവനും കസ്റ്റഡിയിൽ. ഇവരുടെ മുന്നിൽ വെച്ചാണ് അച്ഛൻ കൃത്യം നിർവഹിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.